എന്തെല്ലാം ഉഡായിപ്പുകളാണ് ഒരു പദ്ധതിയിൽ നടക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷം കൂടി സമ്മർദ്ദപ്പെടുത്തിയതിൻ്റെ ഫലമായി വളരെ വലിയ തോതിൽ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി വന്നത്. പിന്നെ അത് മോദി ഗവൺമെൻറ് വന്നിട്ടും ആ പദ്ധതിയുടെ ഇപ്പോൾ പേരെല്ലാം മാറ്റി പുതിയ രൂപത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും പദ്ധതി ഉപേക്ഷിച്ചില്ല. കാരണം അതിൻ്റെ ഒരു സെൻസ് അത്ര വലുതായതുകൊണ്ടാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്ത്യയിൽ തൊഴിലുറപ്പിൽ പണി കൊടുക്കുന്നതുകൊണ്ടാണ്. പക്ഷേ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ, എനിക്കേറെ കൗതുകമുള്ള ഒരു ഉത്തരവ് 25/4/2024 കഴിഞ്ഞ ദിവസം, ഇന്നിപ്പോൾ 5 ദിവസത്തിന് മുമ്പ് മിഷൻ ഡയറക്ടറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ആ ഉത്തരവ് വായിച്ചപ്പോൾ ഞാൻ, സർക്കുലറാണ്, ഉത്തരവല്ല, ഒരു സർക്കുലറാണ്, അത് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഏത് വ്യവസ്ഥിതിയിലാണ് നമ്മൾ താമസിക്കുന്നത്? വിഷയം വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ സങ്കീർണമാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള സിഗ്നേറ്ററി, അതായത് ഒപ്പ്, ഫസ്റ്റ് ലെവൽ ആൻഡ് സെക്കൻഡ് ലെവൽ ഒപ്പ് ഇട്ട് കൊടുക്കുന്നത്, അതായത് ഈ പ്രോജക്റ്റുകൾ, അത് പൈസ കൊടുക്കൽ, പിന്നെ പണം കൈമാറൽ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത്. DSC കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ചാണ് ഉത്തരവ്. മിഷൻ ഡയറക്ടറുടെ 7/6/2025 അത് കുറച്ച് മുമ്പുള്ളൊരു സർക്കുലറാണ്. അതിനെ ബേസ് ചെയ്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു കത്തും കൂടി കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയമായി പറഞ്ഞിരിക്കുന്നത് സെക്രട്ടറിമാർ, അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരാണ്. പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരാണ്, അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരാണ് ഇതിൻ്റെ ചുമതല. പ്രധാനപ്പെട്ട ഓഫീസർ തൊഴിലുറപ്പിൻ്റെ അവർ പലയിടത്തും അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരാണ്, ബ്ലോക്ക് തലത്തിൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരാണ്. എന്നിവർ അവരുടെ കൈവശം വയ്ക്കേണ്ട DSC വ്യാപകമായി താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെയുള്ള കരാർ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗുരുതരമായ ക്രമം. അപ്പം നല്ല രസമുണ്ട്. DSC ഉൾപ്പെടെയുള്ള, അതായത് പണം കൈമാറ്റം, ഇതിൻ്റെ പല പരിപാടികളും ആർക്ക് കൊടുക്കുന്നു, ഇതിൻ്റെ രേഖകളും ഒപ്പിടുന്നതിൻ്റെ ലെവൽ കരാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള സൂപ്പർവൈസർമാർക്കും എഞ്ചിനീയർമാർക്കും ഒക്കെ കൈമാറുമ്പോൾ സ്വാഭാവികമായും അഴിമതി നടത്താൻ വലിയ സാധ്യതയും, എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് ഈ കരാർ ഉദ്യോഗസ്ഥൻ്റെ മണ്ടയിൽ നിൽക്കുകയും, അത് കൂടുതലും പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട്, കാലാകാലങ്ങളിൽ ഭരിക്കുന്നവരുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് അവർ ഭരണകൂടവുമായി ചേർന്ന്, പഞ്ചായത്ത് ഭരിക്കുന്നവരുമായി ചേർന്ന് സകല ഉഡായിപ്പുകൾ നടത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്നും അങ്ങനെ നടന്നുവെന്നും മിഷൻ ഡയറക്ടർ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ DSC കൈമാറുന്നത് ഒഴിവാക്കേണ്ടതാണ്. അവർ തന്നെ ചെയ്യണം. MGNRGSൻ്റെ പദ്ധതി നിർവഹണത്തിന് ചുമതല അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാർ അവർ എല്ലാ മാസവും തൊട്ട് മുൻ മാസത്തിൽ പാസ്സാക്കിയ ബിൽ തുകയും MSL FTO ജനറേറ്റ് ചെയ്ത തുകയും തമ്മിൽ പൊരുത്തക്കേടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർമാർ വിളിച്ചു ചേർക്കുന്ന പ്രതിമാസ യോഗങ്ങളിൽ ഇക്കാര്യം പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതുമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നു. അതുപോലെ തന്നെ അടുത്ത ഓർഡർ എന്ന് പറയുന്നത്, അടുത്ത ഒരു രസകരമായ ഒരു കാര്യം പറയുന്നത്, തൊഴിലുറപ്പ് പദ്ധതിയിലെ പദ്ധതി പണം ചെലവഴിക്കുന്നതിനുമായുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് രേഖകളിലാണ് ഇങ്ങനെ വരുന്നത്. സെക്രട്ടറിമാരുടെ, അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ പതിക്കേണ്ടതുണ്ട്. അതങ്ങനെ ഒരു നിയമമുണ്ട്. എന്നാൽ ഇവർ നേരിട്ട് ചെയ്യുന്നതിന് പകരം DSC തൊഴിലുറപ്പിൻ്റെ വിഭാഗത്തിലെ കരാർ ജീവനക്കാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വിഷയം. ഈ പഴുതിലൂടെ കരാർ ജീവനക്കാർ ചെയ്യാത്ത വൻ വർക്കുകൾക്കും വലിയ വർക്കുകൾക്കുമുള്ള തുക പാസാക്കി നൽകി തട്ടിപ്പുകൾ നടത്തുന്നതായിട്ടാണ് വ്യാപകമായ പരാതിയും AGയുടെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നത്. എത്ര പരിതാപകരമാണ്, എത്ര ആക്ഷേപകരമാണ്. ഒരു വിദ്യാഭ്യാസ സമൂഹം, 5000 പേര് വരുന്ന ഒരു തൊഴിലുറപ്പ് ജീവനക്കാർ, അവരെ കൊണ്ടത് ചെയ്യിക്കുകയാണ്. അതിൽ വനിതകളുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, അവരാണിത് ചെയ്യുന്നത്. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ കേസെടുത്ത് അന്വേഷിച്ച് വൻ തുകകൾ സെക്രട്ടറിമാരിൽ ഉൾപ്പെടെ തിരിച്ചടച്ച സംഭവങ്ങൾ വളരെ വലുതാണ്. ഇങ്ങനെയുള്ള നിരവധി അഴിമതി കേസുകളുടെ അടിസ്ഥാനത്തിലാണ് DSC സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്നിവർ നിർബന്ധമായി ഉപയോഗിക്കണമെന്നും കരാർ ജീവനക്കാരെ ഏൽപ്പിക്കരുതെന്നും ഇപ്പോൾ കർശനമായ നിർദ്ദേശം 25/6/2025 ഈ കഴിഞ്ഞ 25-ാം തീയതി ഉത്തരവായി മിഷൻ ഡയറക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇങ്ങനെ വൻ തുക, വെട്ടിച്ച തുകകൾ തിരിച്ചടച്ചുവെങ്കിലും തട്ടിപ്പ് കാരണക്കാരായ കരാർ ഉദ്യോഗസ്ഥരെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതും വിചിത്രമാണ്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് തുടരുന്നു?
ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്ത് വകുപ്പ് CPM-നായതുകൊണ്ട് കൂടുതലും CPM-കാരായിരിക്കും, സഹാക്കളായിരിക്കും. ഇനി നാളെ UDF വരുമ്പോൾ അതും വ്യത്യാസം വരാം, BJP വന്നാൽ വ്യത്യാസം വരാം. അപ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ പാറ്റേണേജ്, ഒരു രാഷ്ട്രീയ പിതൃത്വം കൂടി കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ തട്ടിപ്പിൽ പങ്കാളികളായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരും യാതൊരുവിധ വകുപ്പ് തല നടപടികൾക്കും വിധേയരാകാതെ നിർബാധം സർവീസിൽ തുടരുന്നു. കാരണം ഇതിൻ്റെ പങ്ക് പറ്റുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പും കൂടി ഉണ്ടെങ്കിൽ സുഖമല്ലേ. കരാർ ഉദ്യോഗസ്ഥർ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ച്, അവരെ കൊണ്ട് ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ സിഗ്നേച്ചറൊക്കെ DSCയിൽ ചെയ്യിച്ച്, അത് സെക്രട്ടറിമാരും അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരും ചെയ്യേണ്ട ചുമതലയിൽ നിന്ന് അവർ ഒഴിവായി. പിന്നെ കരാറുകാരും സെക്രട്ടറിമാരും അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരും ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും കൂടെ ആകുമ്പോൾ, ഭരണസമിതിയും കൂടെ ആകുമ്പോൾ, പിന്നെ പ്രതിപക്ഷത്തിനും കൂടെ വല്ലതും കൊടുത്താൽ സുഖമല്ലേ. വളരെ കൃത്യമായി തൊഴിലുറപ്പിലെ ഇല്ലാത്ത പണികൾ തട്ടിപ്പ് നടത്തി ചെയ്യാൻ പറ്റും. വളരെ വലിയ തട്ടിപ്പാണ് ഇതിനകത്ത് നടക്കുന്നത്. വിവരം വകുപ്പ് ശ്രദ്ധയിൽപ്പെടുത്താത്തതിനാൽ ഇവരുടെ പേരിലും നടപടി ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ ഈ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ തദ്ദേശ ഭരണ വകുപ്പ് ഇന്റേണൽ ഇൻ്റലിജൻസ് അന്വേഷിച്ചാൽ നിരവധി കരാർ ജീവനക്കാരുടെ ജോലി പോവുകയും അതുപോലെ അനേകം സെക്രട്ടറിമാർക്ക് വകുപ്പ് തല നടപടിക്ക് ഇടപെടേണ്ടി വരും, അല്ലെങ്കിൽ വകുപ്പ് തല നടപടി നേരിടേണ്ടി വരും എന്നുള്ളതാണ്. സമഗ്രമായ പുതിയ ഗവൺമെൻറ് X/Y ആരായാലും LDF ആയാലും UDF ആയാലും സമഗ്രമായ ഒരു സംവിധാനം, ഒരു സോഷ്യൽ ഓഡിറ്റ് തന്നെ തൊഴിലുറപ്പിൽ ചെയ്യണം. കുറ്റക്കാരായവരെ പറഞ്ഞുവിടണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ പറഞ്ഞുവിടണം, അഴിമതിക്കാരെ പറഞ്ഞുവിടണം. കാരണം ശിക്ഷ കൊടുക്കണം. കാരണം മനോഹരമായൊരു പദ്ധതിയാണ്. അതിനെ കുളിപ്പിച്ച് എല്ലാവരും കൂടി കൊല്ലരുത്. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ പേരും മാറ്റി പല രൂപത്തിലുള്ള ആശങ്കകളാണ് നിൽക്കുന്നത്. അതോടൊപ്പം അണ്ണാൻ കുഞ്ഞും തന്നല എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാർക്കും അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാർക്ക് പറ്റുന്നത് അവരും ഭരണസമിതിക്ക് പറ്റുന്നത് അവരും ഓരോരുത്തരും ഓരോ കല്ലെടുത്തെറിഞ്ഞാൽ ഈ കുഴി നശിച്ചു പോകും എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്.